ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നലെ നമ്മൾ ബ്രൈറ്റ് ട്യൂബൊക്കെ എടുത്തു കേട്ടോ, ലെമീസിൻ്റെ ബ്രൈറ്റ് ട്യൂബൊക്കെ എടുത്തു. ഏകദേശം ബീച്ചിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ എത്തിയാണ് ഫുഡ് കഴിച്ചത്. ലെമിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു, വീട്ടിലായിരുന്നു. അവളെ എന്നറിയാമല്ലോ, നമ്മൾ കല്യാണം ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൽക്കരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഒരു 12 മണിക്കായിന് കിടന്നുറങ്ങുമ്പോൾ. പിന്നെ ഓഫ് കോഴ്സ് അറിയാമല്ലോ, രാവിലെ നമ്മൾ ബീച്ചിലൊക്കെ ഒരുപാട് കസിൻസ് എല്ലാവരും കൂടെ അർമാദിച്ച് ആഘോഷിച്ച് രാവിലെ എണീക്കാനും ലേറ്റായി. എണീറ്റപ്പോൾ നല്ല അത്യാവശ്യം ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നു ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇതായി. പിന്നെ ഇന്ന് ഈ ഇവൻ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവൻ്റ് എന്ന് പറഞ്ഞപ്പോഴാലോചിച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇന്ന് റംഗോലി കിട്ടോ. അപ്പോൾ റംഗോലി ഫംഗ്ഷൻ ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഹൽദീസിലൊക്കെ ഹൽദിയൊക്കെ ഒരുപാട് കസിൻസിൻ്റെത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റംഗോലി എങ്ങനെയാണെന്ന് ഇതുവരെ അറിയില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. ബൈ. ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇന്ന് വൈറ്റ് ഔട്ട്ഫിറ്റ്, പിന്നെ ഒരു കളർ ഷോള് വിത്ത് കുപ്പിവള. അപ്പോൾ ബാക്കി സീനൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. കിളി ഭയങ്കര നാണം. അപ്പോൾ ഞങ്ങളിപ്പം ലെമിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. റെഡി ആയി കഴിഞ്ഞു, മക്കളൊക്കെ പോകുന്നുണ്ട്, അമ്മായി എല്ലാവരും പോകുന്നുണ്ട്. അപ്പം നമുക്കിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇവിടെയാണ് ബ്രൈഡിന് ഇരിക്കാനൊക്കെ ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. സ്റ്റേജൊക്കെ ഓൾമോസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റംഗോലി, പാവി, ഡാൻസ്, ഫാമിലി അങ്ങനെയൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബലൂണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് റയാൻ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അതാണ്. പിന്നെന്താ കുറച്ച് കളർ പൊടി ഉണ്ട്, കളർ ഗണ്ണുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുന്നതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 9:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇത് ലെമിയുടെ പപ്പ, ലെമിയുടെ അമ്മായി, ആൻറ്റി, അങ്ങനെ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ. ലെമീസ് ഇതാ ഇവിടെ നിന്ന് മെഹന്തി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആ കുട്ടി വരയ്ക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എവിടെയും ഫോണിൽ നോക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ല കുട്ടി ചെയ്യുന്നത്. സ്വന്തമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയാമല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ശരിക്കും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ആ ഫ്ലെക്സൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ. ലെമീസ്, സബീൽ, അത്യാവശ്യം വാളൊക്കെ നല്ല ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റിലേറ്റീവ്സൊക്കെ അവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ബാക്കി പേരിനി വരാനുണ്ട്. പിന്നെ അതോ കസിൻസ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫംഗ്ഷൻ തുടങ്ങാനുള്ള ഒരുക്കത്തിലാട്ടോ. സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി സീഡ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം. പിന്നെ ഒരു ഉള്ളിയിൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ലഡു, ജിലേബി അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ കളർ വള എടുത്തിട്ടുണ്ട് കേട്ടോ. റംഗോലി ഫംഗ്ഷനല്ലേ, അപ്പോൾ കളർ വളയാണ് ചൂസ് ചെയ്തത്. പിന്നെ കുറേ കളർ ഗണ്ണ്, മെഴുകുതിരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അത് ശരിക്കും ഷോക്കി വെച്ചതാണ് കേട്ടോ. ഒരു ചെറിയ വിളക്ക് പോലെയുള്ളൊരു, അത് ശരിക്കും ഒരു ഷോക്കി വെച്ചതാണ്. മാമൻ്റെ അനിയൻ്റെ ബേബിയാണ് കേട്ടോ. ജിജോ മാമൻ്റെ ബേബിയാണത്, ആദി ബേബി. അപ്പം ഞാൻ അവനടുത്ത് ഒരുപാട് നേരം കളിപ്പിച്ചു. പിന്നെ അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവനോട് ഉമ്മ ചോദിച്ചാൽ അവൻ എല്ലാവരും അടിക്കും. കുറേ കിട്ടി കേട്ടോ, എനിക്കും കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡിയായി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ റംഗോലി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ ഭയങ്കര